കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖമാണ് വേദി. ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂൻസി 15 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതും യു പി എ ഗവൺമെൻറ് കാലത്താണ് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. എടുത്തു പറയാൻ സാധിക്കാവുന്ന നിരവധി കേന്ദ്ര പദ്ധതികൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കോഴിക്കോട് നടപ്പാക്കാൻ സാധിച്ചു, ഫറൂഖ് സ്റ്റേഷൻ ഉൾപ്പെടെ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ കല്ലിൽ പേര് വരുന്നത് തൻ്റെ വകയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ പേരും വരാറുണ്ട്, പലരുടെയും പേര് വരാറുണ്ട്. UPA ഗവൺമെൻറ്റുള്ള കാലത്ത് 2006 മുതൽ 2011 വരെയുള്ള കാലത്ത് അന്നത്തെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഞാൻ എൻ്റെ ബന്ധം ഉപയോഗിച്ച് കേന്ദ്രമന്ത്രി എന്ന AK ആന്റണിയുമായി സഹകരിച്ച് 7 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോയിന്റ് വെഞ്ചറായി കേരളത്തിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കി അയച്ചത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ചെലവ് എൻ്റെ കാറിൽ ആരെങ്കിലും വരുമെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് എണ്ണി കാണിച്ചു കൊടുക്കാൻ തയ്യാറുണ്ട്. ഇതിലെല്ലാമുണ്ട്. ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ് എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന 2 പേരും, ഒരാൾ രാജ്യസഭയിലും ലോകസഭയിലുമുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും കോഴിക്കോടിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവകാശപ്പെട്ടു. എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം അവർക്കൊരു വിശ്രമം കൊടുത്ത് എനിക്കൊരവസരം തരണം എന്നുള്ളതാണ് ഞാൻ പറയുക. രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയ എയിംസുകൾ പ്രഖ്യാപിക്കുകയാണ്. കോഴിക്കോടും എയിംസ് വരും. അത് മോഡി ഗവൺമെൻറ് തീരുമാനമാണ്. ആ എയിംസ് കൊണ്ടുവരുന്ന പ്രഖ്യാപനത്തിൽ പങ്കാളികളാവണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. അതിനുകൂടി വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരായ 13 പേരാണ് BJP ചേർന്നത്. കരുണാകരന്റെ മകൾ ആന്റണിയുടെ മകൻ. അടുത്തതാര് എന്ന ചോദ്യത്തിന് മുമ്പിൽ പതറി നിൽക്കുന്ന കോൺഗ്രസിനെ ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കില്ല. രാജ്യം മുഴുവനും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ജനവികാരമുണ്ട്. ആ ജനവികാരം കേരളത്തിലുമുണ്ട്, കോഴിക്കോടുമുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി നിലക്ക് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തന്നെ തിരിച്ചു വരും. കോഴിക്കോട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ വരെ നടത്തിയ പോലെ നാളെയും നടത്താൻ എന്നെ വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായിട്ടുള്ള അപേക്ഷ, അഭ്യർത്ഥന. അങ്ങനെയല്ല, 2 പേരിൽ ഒരാളെ കേൾക്കുന്നതാണ്. 2 മുന്നണിയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.